ഹലോ അസ്സാം വലൈക്കും ഷാ ത്രെഡ്സ്. എനിക്ക് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാറുണ്ട്. ഈ സ്റ്റിച്ച് ചെയ്തതിന് എത്രയാണ് നമ്മൾ മേടിക്കുക, ഇത് 200 രൂപ മേടിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. ഓരോ ഡ്രസ്സൊക്കെ അവർ സ്റ്റിച്ച് ചെയ്തത് അയച്ചു തന്നാണ്ട് ഇതിന് എത്ര റേറ്റ് പറയാം, 200 പറയാൻ പറ്റുമോ, 300 പറയാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ, നമ്മളൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്താൽ അതിന് എത്ര റേറ്റ് പറയാൻ പറ്റും, എനിക്കറിയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ എങ്ങനെ പറയാറെന്നില്ല. ചെറിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതിൽ ഫസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരു ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ ആ ക്ലോത്തിന് എത്ര റേറ്റ് വന്നു എന്ന് നമ്മൾ നോക്കണം. നമ്മൾ മേടിക്കുന്ന ക്ലോത്ത് ഉണ്ടാവും, നമുക്ക് ക്ലോത്ത് മേടിച്ച് തന്ന് നമ്മളോട് സ്റ്റിച്ച് ചെയ്യാൻ പറയുന്നവരും ഉണ്ടാവും. നമ്മൾ മേടിച്ചതാണെന്നുണ്ടെങ്കിൽ അതിന്റെ റേറ്റ് ഓൾക്ക് അപ്പം തന്നെ വിട്ടെടുക്കും. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇതിലേക്ക് ഷിബ്, ലേസ് ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കണക്ക് കൂട്ടിയിട്ട് പറയാം. ഏതൊരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിലും നമുക്ക് റെഫറൻസ് പിക്ക് അയച്ചു തരും. ആ റെഫറൻസ് പിക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിൽ ഷിബ് കൂട്ടണോ, അതിൽ വെട്ടണോ, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്കിപ്പോൾ ഒരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയ നോർമലായിട്ട് 350, 300 സാധാരണ കുർത്ത സെറ്റ്, പാന്റ്, ടോപ്പ്, അതിൽ നമ്മൾ മുന്നിൽ ബട്ടൺസ് വെക്കണോരുണ്ടാവും, ഷിബ് വെക്കണോരുണ്ടാവും, അങ്ങനെയൊക്കെ വരില്ലേ. അതുപോലെ കോളർ സ്റ്റിച്ച് ചെയ്യാനുണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് 10, 20, 30 അങ്ങനെയൊക്കെ നമുക്ക് കൂട്ടി പറയാൻ പറ്റും. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എടുത്ത ഏതെങ്കിലും ഷോപ്പ് അല്ലെങ്കിൽ വീടുകളിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഓലോട് പോയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റും, അവരെത്ര മേടിക്കണമെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ആവാത്ത പോലെ തന്നെ ചോദിക്കാം, ഒരു ചുരിദാർ സെറ്റിന് എത്ര നിങ്ങൾ മേടിക്കല് എന്ന രീതിയിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് 10, 20 കുറച്ചിട്ട് നമ്മൾ കസ്റ്റമറിനോട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എടുത്ത പ്രാവശ്യം അവർ വരുമ്പോൾ അവിടുത്തെ മേടിച്ചോളൂ, അപ്പോൾ വില തന്നെ കൊണ്ടുപോയി കൊടുക്കുക. അതുവഴി നമുക്ക് കസ്റ്റമർ ഉണ്ടാക്കാൻ പറ്റും. കസ്റ്റമർ ഉണ്ടാക്കാനല്ല നമുക്ക് മുഖ്യം. പിന്നെ അതുകൊണ്ട് എല്ലാവരും കൊണ്ടെന്ന് വെച്ചാൽ, ഇപ്പൊ അവരെടുത്തോളൂ പറയാം, നമ്മൾ സ്റ്റിച്ച് ചെയ്തത് ഇവർ ഇത്ര മേടിച്ചോളൂ, അവിടെ കൊടുത്തോളി, അങ്ങനെയൊക്കെ. ഈ ഒരു അതുകൊണ്ട് നമുക്ക് 10, 20 കുറഞ്ഞാലും നമുക്ക് പിന്നെ കസ്റ്റമർ ഉണ്ടാക്കാൻ പറ്റും. ഇനി ബാക്കി കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഞാൻ ഇതിൽ നിന്ന് എനിക്ക് ഒരുപാട് മെസ്സേജ് അയക്കാറുണ്ട് സ്റ്റിച്ച് ചെയ്യുന്നതിന് ചാർജ് ചോദിച്ചിട്ട് ഇങ്ങനെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഓൺ വോയിസിൽ വരികയാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള തകരാറുകളൊക്കെ ഉണ്ടാവും. അതായിട്ട് വോയിസ് ഇടില്ലേ. അപ്പോൾ ഇനി സെക്കൻഡ് പാർട്ട് വേണം. ഇതാണ് മാസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ചാർജ് പറയില്ല എത്രയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയാണ്. ഇനിയും ഒരുപാട് കാര്യം നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പോൾ ചിലർക്ക് പറയാൻ പറ്റുമോ, ഇതൊന്നും ഇപ്പൊ നമുക്ക് അറിയാത്ത കാര്യമില്ലല്ലോ എന്നൊക്കെ പറയാം. എന്നാലും എനിക്ക് മെസ്സേജ് വരാറുണ്ട്, ഇതിനെത്ര പറയാം, ഇതിനിങ്ങനെ പറയാൻ പറ്റുമോ, ഇത് എത്ര മീറ്റർ വേണ്ടത്, അത് ഞാൻ വേറെ പറയാം. അങ്ങനെ ഒരുപാട് മെസ്സേജ് അയക്കാം. ഞാൻ മെസ്സേജ് അയച്ചിട്ട് നോക്കല് ഞാൻ പിറ്റത്തെ ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടോ ഒക്കെ ആവും. ഇപ്പൊ എന്ത് കാര്യമായാലും നമ്മൾ സ്വയം ചെയ്യാനേ, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഒരാളെ ആശ്രയിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എനിക്ക് ആരും അറിയുന്നില്ല, ഞാൻ കുറെ ആൾക്കാരോട് ചോദിക്കും, അടുത്ത ആൾക്കാരോട് ചോദിക്കും. അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോ സ്വന്തമായിട്ട് ചെയ്യാനും പറയാനൊക്കെ തുടങ്ങിയത്. എന്റെ ഒരു കൺസെപ്റ്റിൽ ഈ മോഡൽ ഞാൻ ഇത്ര വാങ്ങിയാലും എനിക്ക് മുതലാവുള്ളൂ എന്നൊരു തോന്നൽ എനിക്കിപ്പോൾ വന്നതാണ്. ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്തിരുന്നത് ഓരോ ആൾക്കാരോട് ചോദിച്ചു, എന്റെ ഫ്രണ്ട്സോട് ചോദിച്ചു, അല്ലെങ്കിൽ അടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചിക്ക് വിളിച്ചിട്ട് ചോദിക്കും, എനിക്ക് അതിൽ തന്നെ എത്ര മീറ്റർ വേണം, ഒരു ഡ്രസ്സ് കണ്ടാൽ നമുക്ക് മനസ്സിലാവണം അതിന് എത്ര മീറ്റർ വേണ്ടി വരുന്നു. എനിക്കതൊന്നും അറിയില്ല. ഇനി തുടക്കത്തിൽ എനിക്കതൊന്നും അറിയത്തില്ല. ഞാൻ അടുത്തങ്ങനെ വിളിച്ച് ചോദിച്ച് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് പിന്നെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ ഈ മെസ്സേജ് നോക്കാൻ വൈകുമ്പോൾ ഒരാളെ സ്റ്റിച്ച് ചെയ്തിട്ട് അന്ന് നമ്മൾ കൊടുക്കാനുള്ള സാധനം എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ, ഇതിനെത്ര പറയാമെന്ന് ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ നോക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു വിധം ശ്രദ്ധിക്കാൻ പറ്റും. നമുക്ക് സ്റ്റിച്ചിങ് ചാർജൊക്കെ പറയാൻ പറ്റും. ബാക്കിയൊക്കെ നമ്മളെ കൈ പോലെ.